ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഇങ്ങനെ ഒരു മെസ്സേജ് തന്നു എനിക്ക്. നീ ഉടമ്പടിയിൽ ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒരു 10 ദിവസം, അങ്ങനെ തന്നെ കൃത്യമായി എനിക്ക് എന്നെ നമ്പർ കിട്ടി. ഒരു 10 ദിവസം നീ അത് വെള്ളത്തിൽ ചാലിച്ച് കുടിക്കുക എന്ന് എനിക്കൊരു മെസ്സേജ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ അതുപോലെ ചെയ്ത് ആ 10 ദിവസം എത്തിയപ്പോൾ തന്നെ, അതായത് കുറേശ്ശെയായിട്ട് ഓരോ ദിവസമായിട്ട് ആ ഗ്യാസിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ശ്വാസതടസ്സം, അതെല്ലാം മാറി. അതുപോലെ തന്നെ അത് രണ്ടും മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്നാലും ഉറക്കം അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഈ ഉറക്കമില്ലാത്ത ആളുകളുടെ ആ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കമില്ലാത്തൊരവസ്ഥ. ഉറക്കമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉറക്കമില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ കൊന്ത എത്തിക്കും 3 മണിക്കോ 2 മണിക്കൊക്കെ എനിക്ക് ഞാൻ കൊന്തെത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു. തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൽ പുരട്ടുക എന്നിങ്ങനെ ഒരു